ശശിയാവുക എന്നുള്ളത് ഒരു കലയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഏറെ വൈകിപ്പോയി. സംശയമുണ്ടെങ്കിൽ ഇതാ ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അന്ന് ആ രണ്ടാം ഊഴത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവർ നടത്തുന്ന യാത്രയ്ക്ക് ഭയങ്കര മീഡിയ കവറേജ് അത്രേ, ഭയങ്കര പബ്ലിസിറ്റി അത്രേ. അപ്പോ പബ്ലിസിറ്റി മീഡിയ കവറേജ് കിട്ടാൻ സ്വയം ശശിയാവുന്നതിലും ഇത്തരം ശശിതരങ്ങൾ പറയുന്നതിലും വലിയ തെറ്റില്ല എന്നാണ് അവരുടെ പക്ഷം. ഈ തലവരെയുള്ള 5 യാത്രകൾ ഞങ്ങൾ നടത്തുമ്പോൾ 5 ആവശ്യങ്ങൾ ആർക്കും കുഴപ്പമില്ല. പത്രക്കാർക്ക് അങ്ങോട്ട് കൊടുത്താൽ വാർത്തയിടും, ചാനലുകാർ ഒരു തുണ്ട് കിട്ടിയാൽ അതും കൊണ്ട് പോകും. അപ്പൊ അവസാനം വരെ നിൽക്കുന്നുണ്ട്. എല്ലാ യാത്രകളിലും തൃപ്പൂണിത്തറ മുതൽ അവസാനം വരെ നിൽക്കുന്നുണ്ട്. ഞാൻ അവസാനേ ഇത് പറയൂ എന്ന് തീരുമാനിച്ചതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അവസാനം വരെ നിൽക്കുന്നുണ്ട് തൃപ്പൂണിത്തറ. എന്തുകൊണ്ട്? തൃപ്പൂണിത്തറ എന്നാണ് ഈ മഹാഭാരതം എന്റെ നാവുമ്മ കയറി വന്നത്. അതുവരെയും ഞാൻ ഈ യാത്ര മഹാഭാരതത്തിന് വേണ്ടിയല്ല, ഈ യാത്ര രണ്ടാം ഊഴം വേണ്ടാന്ന് വെക്കാനുള്ളതല്ല. ഇത് ഹിന്ദുവിന് ഇവിടെ ഊഴം തെറ്റാണ്ടേ ഒന്ന് വല്ലതൊക്കെ കിട്ടണ്ടേ, അതിനുള്ള യാത്രയായിരുന്നു. അപ്പൊ ഇത്രയും കാലം ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കൊന്നും ഒരു ഊഴവും കിട്ടിയിട്ടില്ല അത്രേ. കഷ്ടം തന്നെ. വരട്ടെ, ബാക്കി ശശിവചനങ്ങൾ കൂടി കേൾക്കാം. എന്തായാലും സംവാദവും വിവാദവും ഒക്കെ കൂടിയായി കോലാഹലമാക്കിക്കൊണ്ട് പറയുകയാണ്, സിനിമ രണ്ടാം ഊഴം എന്ന പേരിലേ ഇറങ്ങുള്ളൂ. അതെന്താ ഈ മൂന്നാം ഊഴം എന്ന് പേരിട്ട കുഴപ്പമാവൂ? ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ല. മുഹമ്മദ് എന്ന പേരൊരു കഥാപാത്രത്തിന് വന്നതിന് കൈവെട്ടിയെന്നാണ്, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതല്ല ഹിന്ദു. ശരിയാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ പശുവിനെ കൊണ്ടുവന്നവരെ തല്ലിക്കൊല്ലാം, അല്ലെങ്കിൽ വീട്ടിൽ പശുവിറച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി തല്ലിക്കൊല്ലാം, അത്രയൊക്കെ പറ്റൂ. അല്ലാതെ ഭീഷണിപ്പെടുത്തുക അതൊരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. എം ടി നല്ല സാഹിത്യകാരനാണ്, എനിക്ക് ആ നോവലിന്റെ മേലെ ഇടത്തേക്ക് എടുത്താൻ പറ്റില്ല. അങ്ങനെ പറയരുത്, നിങ്ങളെ കൊണ്ട് പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, എഴുതാനൊക്കെ പറ്റും. പിന്നെ നോവലിന് വേണ്ടി മെനക്കെടുത്തത് വല്ല ഹാസ്യപംക്തികളൊക്കെ ആണെങ്കിൽ വളരെ നന്നാവും. ചതിക്കണ ചന്തുവിനെ ചതിക്കാത്ത ചന്തുവാക്കി മാറ്റിയ അത്തരം കളികളൊന്നും വടക്കമ്പാട്ട് തന്നെ പലരെയും അത് വേദനിപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, അങ്ങനെയൊരു സംഭവം ഉണ്ടായോ? 29 വർഷം മുമ്പ് ഇറങ്ങിയ വടക്കൻ വീരഗാഥ കണ്ടിട്ട് ഒരുപാട് പേര് വിഷമിച്ചു. ഇതൊക്കെ നമ്മൾ അറിയാൻ ഇത്ര വൈകിപ്പോയി, തീർത്തും വൈകിപ്പോയി. സങ്കടാണേ. സംശയമല്ലേ? കാരണം പലരുടെയും മനസ്സിൽ ചില ബിംബങ്ങളുണ്ട്. ഇത് തകർക്കാൻ നമ്മളാരാ? എം ടിയുടെ അല്ല, ഇനി ആരുടെ ആയിക്കൊള്ളട്ടെ ഒരു നോവൽ എടുത്തിട്ട് അതിലെ നായകനെയും വില്ലനെയും ഒക്കെ ഞാൻ മാറ്റിയിട്ട് അതേ പേരിൽ എനിക്ക് ഇറക്കാൻ പറ്റുമോ? അങ്ങനെ പലരും പല പുസ്തകങ്ങളും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ എഴുത്തും വായനയും അറിയാമായിരുന്നു. നിങ്ങൾക്കത് പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കണ്ണിലൂടെ കാണുന്നു. ഇത് നായക കഥാപാത്രത്തെ വില്ലനാക്കിയും വില്ലൻ കഥാപാത്രത്തെ നായകനാക്കിയും എനിക്ക് അതേ പേരിൽ ഇറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല എങ്കിൽ ഈ സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഒരുപോലാണ്. എന്താലേ ഓരോരോ ഉൾക്കാഴ്ചകളെ ഇനി ആ അകക്കണ്ണിൽ കണ്ട ചില ദിവ്യ ദർശനങ്ങളിലേക്ക്. പൊങ്ങുതടി പോലെ ആയാ പോരാ മലയാളി. എന്താ പൊങ്ങുതടി? സായിപ്പ് അവനാന്റെ ആചാരങ്ങളിലൊന്നും കൃത്യത ഇല്ലാത്തോണ്ടേ സായിപ്പ് വന്നപ്പോ നമ്മള് സായിപ്പായി. കോട്ടിട്ടു, സൂട്ടിട്ടു, കഴുത്തിൽ കോണകം കെട്ടി, ചുണ്ടിൽ സിഗരറ്റ് പുകച്ചു, നമ്മള് സായിപ്പിന്റെ പിന്നാലെ പോയി. സായിപ്പിന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് സായിപ്പിന് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ചില ആൾക്കാരും ഉണ്ട്. അന്ന് കുറെ ആൾക്കാർ സായിപ്പിന്റെ വേഷം വിടാതെ ജയിലിൽ കടന്നുകൊണ്ടാണ് ഇപ്പോ സായിപ്പ് ആ വഴിക്ക് അങ്ങോട്ട് പോയത്. അതും നമ്മളാരും മറന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ കേരളത്തിലേക്ക് ഇറങ്ങിയാലോ ഇതാ വേർത്ത് മുങ്ങണു അല്ലെ? നമുക്കെന്താ തോന്നുക? അറേബ്യയിലാണോ? കാലാവസ്ഥ കണ്ട അറേബ്യയിലാണോ? വസ്ത്രധാരണ രീതി കണ്ടാലും അറേബ്യയിലാണോ? പകുതിക്ക് പകുതി ആളുകളുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ നമ്മൾ അറേബ്യയിൽ എത്തിപ്പെട്ടോ എന്ന തോന്നൽ സ്വാഭാവികമായും തോന്നും. സോറി, അറേബ്യയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതത്ര പരിചയമില്ല. കോട്ടിട്ട ഇംഗ്ലണ്ടുകാരൻ, വേറെ ഡ്രസ്സിട്ട അറേബ്യൻ. അല്ല, ഈ മനുഷ്യരായി കാണാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വല്ലതുണ്ടാവോ? ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചളയെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ മുമ്പിൽ അല്ലെ, പകലോ രാത്രിയോ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ ചെന്നാ ഇതിന് കഴിക്കാനുള്ളത് ഏതാ, പുതയ്ക്കാനുള്ളത് ഏതാ, ഉടുക്കാനുള്ളത് ഏതാന്ന് അറിയണമെങ്കിൽ പാഴൂര് പടിപ്പരയിൽ പോണം. എന്താ ഷവർമ്മ, കബാബ്, മറ്റേ കുഴിമന്തി, അത് ഇത്. മലയാളം പോയ വഴി എവിടെ? കുഴിമന്തി എന്താ മലയാളല്ലേ? കേരളം പോയ വഴി എവിടെ? സ്വന്തമായ ആഹാരശീലമില്ല, ഒന്നുമില്ല. പലയിടത്ത് നാടൻ നാടൻ എഴുതി വെക്കണമെന്നൊഴികെ ബാക്കിയൊക്കെ ഇതാ. നമ്മൾ ഇങ്ങനെ എങ്ങോട്ടാ പോണത്? അല്ല മാഡമേ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ദോശയും മസാല ദോശയും ഇഡ്ഡലിയൊക്കെ മലയാളി കണ്ടുപിടിച്ചതാണോ? ഈ സാമ്പാർ വരെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ലേ? അപ്പൊ സത്യം പറഞ്ഞ മലയാളി പിന്നെ എന്ത് കഴിക്കും നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ? അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നയാൾ, ഇന്നത്തെ സ്ത്രീ സുരക്ഷ പറയുമ്പോൾ എന്റെ സീറ്റിൽ അടുത്ത സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പോലും എനിക്കിവിടെ സാധിക്കില്ല എന്ന നഗ്നമായ സത്യം കൂടി വായിക്കട്ടെ നിങ്ങള്. അല്ല, ഈ ഒപ്പം ഇരിക്കുന്നത് സ്ത്രീയാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കേണ്ട കാര്യം എന്താ? ആ ചോദ്യത്തിലാണ് കൃത്യമായ തുറുപ്പുകുലാൻ വീഴുന്നത്. കേട്ടുള്ള എന്റെ അടുത്തിരുന്ന് സ്ത്രീക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റിൽ എന്റെ അടുത്തിരിക്കുന്നയാൾ സ്ത്രീയാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് മുഖം കാണണ്ടേ? എനിക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ അവിടെ എന്നോടൊപ്പം കയറുന്നയാൾ എന്റെ സ്വകാര്യതയും എന്റെ സുരക്ഷയും എനിക്ക് ഭയമില്ലേ? എന്നോടൊപ്പം അങ്ങോട്ട് കയറി
എന്ന് ഉറപ്പിക്കാൻ എനിക്ക് വല്ല വഴിയുണ്ടോ? മുഖമെങ്കിലും കാണണ്ടേ? ഓ, പർദ്ദ. അതിനെതിരെയാണ് അടുത്ത പടയൊരുക്കമല്ലേ? മതി മതി. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുന്നു. ഇനിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കും ഒരുപക്ഷെ എനിക്കും സ്വയം ലജ്ജ തോന്നിപ്പോകും. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ക്ഷമിക്കണം.